ഓപ്പൺ എ ഐ, അതായത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ആ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയ കമ്പനിയിലെ അവർ പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഡയറക്റ്റ്ലി ഐഫോണിനെ കോമ്പീറ്റ് ചെയ്യാൻ പോകുകയെന്നാണ് ഓപ്പൺ എ ഐ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റം ചിപ്സെറ്റാണ് മീഡിയ ടെക് അല്ലെങ്കിൽ ക്വാൾകോമിൻ്റെ കയ്യിൽ നിന്ന് ഓപ്പൺ എ ഐ വാങ്ങാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ലക്ഷ്എയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി തന്നെയാണ് ഐഫോൺസിനെ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ. അപ്പോൾ എന്താണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്നാണ്, ഈ ഒരു ഓപ്പൺ എ ഐ പറയുന്ന ഫോണിൽ ആൻഡ്രോയിഡ് ഒ എസ് അല്ല റൺ ചെയ്യാൻ പോകുന്നത്, അവരുടെ തന്നെയായിട്ടുള്ള കസ്റ്റം ഒ എസ് ആണ് ഈ ഒരു ഫോണിൽ റൺ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഫോണിൽ ആപ്സ് ഒന്നും ഉണ്ടാവില്ല, ഇതിൽ എ ഐ ഏജൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവർ പറയുന്നത് നമ്മൾ ആപ്സ് യൂസ് ചെയ്യുന്നത് ഒരു ടാസ്ക് ചെയ്യാനാണ്, ഇതേ ടാസ്ക് ഒരു എ ഐ ഏജൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ആപ്പ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൻ്റെ എങ്ങനെയായിരിക്കും ഈ ഫോണിൽ ഹോം സ്ക്രീൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു എ ഐ ഏജൻറ്റ് മാത്രമുള്ള ഒരു ഫോണിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സിൻ്റെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് എ ഐ ഏജൻറ്റ്സ് വർക്ക് ആകണമെന്നില്ല. പിന്നെ ഈ ഒരു എ ഐ ഏജൻറ്റ്സ് കുറേ എണ്ണം ലോക്കലായിട്ടും കുറേ എണ്ണം ക്ലൗഡിലും ഉണ്ടാവുകയെന്ന് പറയുന്നത്. ക്ലൗഡിൽ ഒരുപാട് ഡിപ്പെൻഡൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ബാറ്ററീനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർ എന്ത് രീതിക്കാണ് ഇത് ബാലൻസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഏതൊക്കെ ടാസ്കിനാണ് ഓൺ ഡിവൈസ് മോഡൽസ്, ഏതൊക്കെ ടാസ്കിനാണ് ഇവർ ക്ലൗഡ് ബേസ്ഡ് മോഡൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോഴത്തേക്ക് അറിയില്ല. ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏർലി 2028 അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ റിസർച്ചും പ്രോട്ടോടൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2026 2027 ഫസ്റ്റ് ക്വാർട്ടറിലൊക്കെ ആയിട്ട് തീരുമെന്നാണ് ഓപ്പൺ എ ഐ പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഒരു എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പ്രൈവസി കൺസേൺസ് ഉണ്ട്. കാരണം ഈ ഡാറ്റയൊക്കെ അവർ അവരുടെ അടുത്ത മോഡലിന് ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുമോ, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എ ഐ ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും, കുറേ പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. ഇതിന് ക്യാമറ ആക്സസിബിൾ ആയിരിക്കും, മൈക്രോഫോൺ ആക്സസിബിൾ ആയിരിക്കും, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എ ഐ ഏജൻസിന് ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഈ ഒരു ഫോൺ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. പിന്നെ ഇത് ഇവർ പറയുന്ന പോലെ ആയിട്ടില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു എ ഐ ഗാഡ്ജറ്റ് ആയിട്ട് മാറുമായിരിക്കും, അല്ലാണ്ട് ഇത് ആപ്പിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാംസങ്ങിൻ്റെയോ ആൻഡ്രോയിഡിൻ്റെ അടുത്തൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോണായി മാറാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ എ ഐൻ്റെ കയ്യിൽ നിന്ന്. അഥവാ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളുടെ മൊത്തം സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി തന്നെ മാറാൻ പോവുകയാണ്.